അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മളെ നിരപരാധിക്കാൻ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ അവിശ്വസനീയമായ വിധം വെറുക്കാനും സാധിക്കും. കാരണം ഈ മനോഹരമായ കണ്ണാടി പൊട്ടിയാൽ അപകടകരമായ ആയുധമായി അത് മാറും. മുറിവേൽക്കുമ്പോൾ മൂർച്ച കൂടുന്ന പെൻസിൽ പോലെയാണത്. പ്രതികാരമെന്ന ചൂണ്ടക്കുളത്തിൽ കുരുങ്ങിയാൽ പ്രതിയോഗി വലിച്ചിഴയ്ക്കുന്നിടത്തേക്ക് പോവുക മാത്രമേ ഉള്ളൂ മാർഗം. ഈ ഉള്ളിയെ പോലെയാണ് ചിലത്. കൊത്തി നുറുക്കിയവന്റെ കണ്ണുകളെ എപ്പോഴും ഈറനണിയിച്ചുകൊണ്ടേയിരിക്കും. ആരെയെങ്കിലും ചതിക്കുക എന്നത് അയാളുടെ ചിത കൂട്ടുക എന്നതാണ്. പകയുടെ കനലുകൾ നിസ്സംഗതയുടെ ചാരത്താൽ മൂടി നടക്കുന്നവരുണ്ട്. ഈ പ്രണയത്തകർച്ചയുടെയൊക്കെ പ്രതികാരം കണ്ണിന് പകരം കണ്ണ് എന്ന് വന്നാൽ ലോകത്ത് അന്ധന്മാരായിരിക്കും കൂടുതൽ. ഒരു വ്യക്തിക്ക് നമ്മളെ നിരപരാധിക്കാൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റൊരാള് വേദനിക്കുന്ന കാര്യത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കാതിരിക്കുന്നതാണ്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവർക്കും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ വിഷമം കൂടാണോ കുറയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാൾ വിഷമിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലൊരു മനുഷ്യന്റെ നല്ല ലക്ഷണം. കേട്ടോ? ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. നല്ലൊരു മനുഷ്യന്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റൊരാള് വേദനിക്കുന്ന കാര്യത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കാതിരിക്കും. ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് നല്ല ചിന്ത. ഒരു ചക്രവർത്തിയുടെ ജ്ഞാനിയും സമർത്ഥനുമായിരുന്ന പ്രധാനമന്ത്രി മരിച്ചതിനെ തുടർന്ന് മറ്റൊരാളെ കണ്ടെത്താൻ ചക്രവർത്തി തൻ്റെ ചില വിശ്വസ്തരെ നിയോഗിച്ചു. അവർ 3 പേരെ കണ്ടെത്തി. ഒരു ഗണിതശാസ്ത്രജ്ഞൻ, ഒരു തത്വചിന്തകൻ, ഒരു യഥാർത്ഥ ദൈവഭക്തൻ. ചക്രവർത്തി അവരോട് പറഞ്ഞു, 3 ദിവസം നിങ്ങൾക്ക് വിശ്രമിക്കാം. 4-ാം ദിവസമായിരിക്കും പരീക്ഷ. ജയിക്കുന്നയാൾ എൻ്റെ പ്രധാനമന്ത്രിയാകും. ശാസ്ത്രജ്ഞനും ചിന്തകനും ഉറങ്ങാതെ ഇരുന്ന് പരീക്ഷയ്ക്ക് ഒരുങ്ങി. എന്നാൽ യഥാർത്ഥ ഭക്തൻ പരീക്ഷാഭീതിയൊന്നുമില്ലാതെ സന്തോഷചിത്തനായിരുന്നു. 4-ാം ദിവസം ചക്രവർത്തി 3 പേരെയും ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് പറഞ്ഞു, ആദ്യം പൂട്ടു തുറന്ന് പുറത്തു വരുന്നയാൾ വിജയിയാകും. ശാസ്ത്രജ്ഞനും ചിന്തകനും പൂട്ടു തുറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച അവശരായി. കുറച്ചു സമയം കഴിഞ്ഞ് രാജാവ് മുറി തുറന്ന് ഉള്ളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട, എനിക്ക് വിജയിയെ കിട്ടിയിരിക്കുന്നു. യഥാർത്ഥ ദൈവഭക്തൻ രാജാവിൻ്റെ പുറകിൽ വിജയാഹ്ലാദത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധിച്ചുവെന്ന മറ്റു 2 പേരുടെയും ചോദ്യത്തിന് ദൈവഭക്തൻ്റെ മറുപടി,
കതക് യഥാർത്ഥത്തിൽ പൂട്ടിയിട്ടില്ലായിരുന്നുവെന്ന കാര്യം ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ബുദ്ധിയുള്ളതുകൊണ്ടോ വിയർപ്പൊഴുക്കിയതുകൊണ്ടോ മാത്രം ജീവിത പരീക്ഷ വിജയിക്കണമെന്നില്ല. വിശ്വാസവും വിവേകവും കൂടി ഒപ്പമുണ്ടായിരിക്കണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ജ്ഞാനമൊഴി. ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. മത്തായി 20:16. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ലഭിച്ച കൃപകൾക്കായി നന്ദിയോടെ ഓരോരുത്തരും തങ്ങളുടെ ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റാം. ആമേൻ. The last will be first and the first will be last. മത്തായി 20:16. Praise the Lord. God's love is beyond our human calculations. Instead of comparing ourselves with others, let us be grateful for every grace and faithfully fulfill the mission entrusted to us. Amen. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ഓഗസ്റ്റ് 19. കുറ്റം പറയാൻ മാത്രമായി ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിനും. നമ്മൾ നീന്തിക്കയറിയ പുഴയിൽ ഒന്ന് കാൽ നനയ്ക്കുക പോലും ചെയ്യാത്തവരാണ് പലപ്പോഴും കരയിലിരുന്ന് നമ്മുടെ നീന്തലിൻ്റെ കുറ്റം പറയുന്നത്. നമ്മൾ കടന്നു വന്ന വെള്ളത്തിൻ്റെ ആഴം അവർക്കറിയില്ല. ഒഴുക്കിനെതിരെ കൈകാലിട്ട് പൊരുതേണ്ടി വന്ന അവസ്ഥ അവർക്കറിയില്ല. ശ്വാസം മുട്ടിയിട്ട് മുങ്ങിപ്പോയെന്ന് തോന്നിയിട്ടും അവസാനം പ്രതീക്ഷയുടെ ഒരു നൂൽപ്പാലം പിടിച്ച് വീണ്ടും തല ഉയർത്തിയ നിമിഷങ്ങൾ അവർക്കറിയില്ല. പക്ഷേ കരയിൽ സുരക്ഷിതമായിരുന്ന് അവർ കുറ്റം പറയും. അവർക്ക് പറയാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ പുഴയിൽ അവർ ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വരി പോലും വായിക്കാതെ മുഴുവൻ ജീവിതത്തിനും വിധി എഴുതുന്നവർ. നമ്മുടെ ജീവിതത്തിന് അവരുടെ അംഗീകാരം ആവശ്യമില്ല. തിരമാലയിൽപ്പെട്ട് കരയിലേക്ക് നീന്തിയെത്തിയവനോട് കടലിൻ്റെ സ്വഭാവം ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നീന്തിയവന് വെള്ളത്തിൻ്റെ ആഴമറിയാം. കരയിൽ നിന്നവന് വെള്ളത്തിൻ്റെ കാഴ്ച മാത്രമേ അറിയൂ. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിശബ്ദതയെ അവർ അഹങ്കാരമെന്ന് വിളിച്ചേക്കാം. നമ്മുടെ പിന്മാറ്റത്തെ അവർ തോൽവി എന്ന് വിളിച്ചേക്കാം. നമ്മുടെ ക്ഷമയെ അവർ ഭീരുത്വമെന്ന് കരുതിയേക്കാം. പറയട്ടെ, എല്ലാവരോടും മറുപടി പറയേണ്ട ബാധ്യത ജീവിതം നമുക്ക് നൽകിയിട്ടില്ല. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. മുന്നോട്ട് നടക്കുന്ന വഴിയിൽ പിന്നിൽ നിന്ന് കൂവുന്ന ഓരോരുത്തരെയും തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ യാത്ര ഒരിക്കലും പൂർത്തിയാകില്ല. ഒരു നദി ഒഴുകുന്ന വഴിയിൽ പാറയിൽ തട്ടി നിലയ്ക്കാറില്ല. അത് പാറയെ ചുറ്റി അതിൻ്റെ ഒഴുക്ക് തുടരും. നമ്മുടെ വഴിയിൽ നമ്മളെ മനസ്സിലാക്കാത്തവർ ഒരുപാട് പേർ കടന്നു വരും. നമ്മുടെ നേട്ടങ്ങളൊക്കെ വെറും ഭാഗ്യം കൊണ്ടാണെന്നും നമ്മുടെ പരാജയങ്ങളൊക്കെ നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടാണെന്നും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ തിരുത്താൻ ജീവിതം ചെലവഴിക്കരുത്. കാരണം അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹമല്ല ഉള്ളത്. അവരുടെ കയ്യടി
അവരുടെ കയ്യടി നേടാനല്ല നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സിന് തൃപ്തി നൽകാനാണ് നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സിലാക്കാത്തവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ നീന്തിക്കയറിയ പുഴയുടെ ആഴം തെളിയിക്കാൻ വീണ്ടും അതിലേക്ക് ചാടേണ്ടതില്ല. വഴിവെക്കിലിരുന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുന്നവരോട് മുമ്പിൽ ഓരോ ദിവസവും നമ്മുടെ ഭാഗം തെളിയിക്കാൻ ജീവിതം ഒരു കോടതിയല്ല. ചിലരെ അവഗണിക്കുക, ചില വഴികൾ ഉപേക്ഷിക്കുക. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കഥ. ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കേശവ, മനുഷ്യൻ എന്തിനാണ് ഇത്രയധികം സമ്പത്ത് ആഗ്രഹിക്കുന്നത്? കിട്ടിയതുകൊണ്ട് തൃപ്തിയാകാതെ വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ ഓടുന്നത് എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. പാർത്ത, സമ്പത്ത് മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതല്ല. അത് മനസ്സിലാക്കാൻ ഞാനൊരു രാജാവിൻ്റെ കഥ പറയാം. ഒരിക്കൽ രന്തിദേവൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. വളരെയധികം സമ്പത്തുണ്ടായിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. പക്ഷെ തൻ്റെ സമ്പത്ത് സ്വന്തം സുഖത്തിനായി സൂക്ഷിച്ചില്ല. വിശക്കുന്നവർക്കും ദരിദ്രർക്കും യാത്രക്കാർക്കും ആരായാലും സഹായം ചോദിച്ചെത്തിയാൽ തൻ്റെ കയ്യിലുള്ളത് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണവും വെള്ളവും ലഭിച്ചു. അത് കഴിച്ച് ജീവൻ നിലനിർത്താൻ ഒരുങ്ങുമ്പോൾ ഒരാൾ ഭക്ഷണം ചോദിച്ചെത്തി. രന്തിദേവൻ തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം അയാൾക്ക് നൽകി. വീണ്ടും ഒരാൾ വന്നു, ബാക്കി വന്നതും അയാൾക്ക് നൽകി. അവസാനം രാജാവിൻ്റെ കയ്യിൽ ബാക്കിയായത് കുറച്ച് വെള്ളം മാത്രം. അപ്പോഴാണ് ദാഹിച്ചുകൊണ്ട് മറ്റൊരാൾ അവിടെ എത്തിയത്. അയാൾ വെള്ളത്തിനായി യാചിച്ചു. രാജാവിന് ആ വെള്ളം കുടിച്ചാൽ മാത്രമേ തൻ്റെ ജീവൻ നിലനിർത്താനാകുമായിരുന്നുള്ളൂ. എന്നിട്ടും രന്തിദേവൻ ആ വെള്ളം അയാൾക്ക് നൽകി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവൻ പോയാലും പോകട്ടെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ദാഹം കണ്ടുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ത, ഇതാണ് യഥാർത്ഥ സമ്പത്ത്. സ്വന്തം കയ്യിലുള്ളത് മറ്റൊരാളുടെ കണ്ണുനീർ കണ്ടിട്ടും മുറുകെ പിടിക്കുന്നവൻ സമ്പന്നനല്ല. സ്വന്തം കയ്യിലുള്ളതിൽ നിന്ന് മറ്റൊരാളുടെ വേദന കുറയ്ക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ധനികൻ. അർജുനൻ മൗനമായി നിന്നു. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ധനം സമ്പാദിക്കുന്നതിൽ തെറ്റില്ല പാർത്ത. പക്ഷേ ധനത്തിന് വേണ്ടി ധർമ്മം നഷ്ടപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ ദരിദ്രനാകുന്നത്. പണത്തിനു വേണ്ടി ചതിക്കുന്നവർ, ബന്ധങ്ങളെ വിൽക്കുന്നവർ, സൗഹൃദങ്ങളെ പോലും കച്ചവടമാക്കുന്നവർ, മറ്റൊരാളുടെ കണ്ണുനീരിനുമേൽ സ്വന്തം സമ്പത്തിൻ്റെ കൊട്ടാരം പണിയുന്നവർ, അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പക്കൽ എത്ര പണമുണ്ട് എന്നതല്ല ജീവിതത്തിൻ്റെ സമ്പത്ത്. നമ്മുടെ പണം കൊണ്ട് എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം പണം കൂടുമ്പോൾ ഒരാൾ ധനികനാകാം, പക്ഷേ മനുഷ്യത്വം കൂടുമ്പോഴാണ് ഒരാൾ മനുഷ്യനാകുന്നത്. ഹരേ കൃഷ്ണ. വേദാമൃതം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കഥ. Elena, I bought you and the baby. Your PDF application is out of date.
If you don't update now, you may ആഴമായ ദൈവാവബോധവും ആത്മനിഷ്ഠമായ ലയാനുഭൂതിയും നിറഞ്ഞ യോഗീശ്വരന്മാരാണ് മിസ്റ്റിക്കുകൾ. എല്ലാ മത പാരമ്പര്യങ്ങളിലും ഇവരുണ്ട്. ദിവ്യത പരമനിഗൂഢതയാണ്, എല്ലാത്തിലും നിറയുന്ന സാന്നിധ്യമാണ്. ഇതത്രേ മിസ്റ്റിക് അനുഭൂതിയുടെ അടിസ്ഥാനം. ഞാനും നീയും ഒന്നാണ് എന്ന ജ്ഞാനഭൂതിയിൽ അവർ ദൈവത്തെ അനുഭവിച്ചറിയുന്നു. ദിവ്യതയിൽ വലയം കൊള്ളുക എന്നതാണ് പരമമായ മുക്തി. ഈ സമയോഗ അനുഭൂതിയുടെ ഉൾത്തള്ളലിൽ മിസ്റ്റിക്കുകൾ മതമേഖലയിലെ വിഗ്രഹവൽക്കരണത്തെ രൂക്ഷമായി വിമർശിക്കും. നിർദ്ദിഷ്ടമായ മതപ്രതീകങ്ങളിൽ തറച്ചു നിൽക്കാതെ അവയ്ക്കപ്പുറം ദിവ്യതയുടെ നിത്യവികസര ചക്രവാളങ്ങളിലേക്ക് മനസ്സു തുറക്കാൻ മിസ്റ്റിക് ആചാര്യന്മാർ ആവശ്യപ്പെടും. നീ ദൈവത്തെ അറിയുന്നുവെന്ന് പറഞ്ഞാൽ നീ അറിയുന്നത് ദൈവമല്ല എന്ന് സെന്റ് അഗസ്റ്റിൻ എഴുതിയത് മിസ്റ്റിക് വിമർശനത്തിന്റെ മൂർച്ചയോടെയാണ്. അറിയുന്നവൻ അറിയുന്നില്ല, അറിയാത്തവൻ അറിയുന്നു. മതപ്രതീകങ്ങളെ വിഗ്രഹങ്ങളാക്കാതെ നിരന്തരം ദിവ്യ സാന്നിധ്യത്തിനെ സുതാര്യമാക്കി നിർത്താനുള്ള യജ്ഞമാണ് മിസ്റ്റിക്കിൻ്റെത്. ഇതിലൂടെ ദൈവാത്മാവ് മതമേഖലയെ ശുചീകരിക്കുന്നു, മനസ്സിനെ ദിവ്യതയുടെ ആഴങ്ങളിലേക്ക് ഉണർത്തുന്നു. 1 കൊറിന്തോസ് 2:10. വാസ്തവത്തിൽ യേശുവും ഋഷിമാരും ബുദ്ധനുമെല്ലാം നൽകിയത് ഈ അതിതരണത്തിന്റെ പ്രബോധനമല്ലേ? പ്രവാചകൻ ദിവ്യമായ ഒരു സന്ദേശത്തിന്റെ സംവാഹകനായി പ്രവാചകൻ തന്നെ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ സ്വരം മനുഷ്യ മനസ്സിൽ കേൾപ്പിക്കുന്നയാളാണ് പ്രവാചകൻ. ദൈവം കരുണാമയനാണ്. ദൈവിക കാരുണ്യം എല്ലാ ഹൃദയങ്ങളെയും ആർദ്രമാക്കുന്നു. ഇതാണ് പ്രവാചകന്റെ ദൈവാനുഭവം. മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നീതിനിഷ്ഠമാകണമെന്ന് പ്രവാചകൻ നിഷ്കർഷിക്കുന്നു. മതപ്രതീകങ്ങളും അവയെ ചൂഴ്ന്നുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, സംവിധാനങ്ങൾ, നിയമങ്ങൾ എന്നിവയും സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ പ്രചോദമാകണമെന്നതാണ് പ്രവാചകന്റെ പ്രബോധനം. അതിന് സഹായകമല്ലാത്ത മതാനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും അധികാര കോട്ടകളെയും മാമൂലുകളെയും പ്രവാചകൻ രൂക്ഷമായി വിമർശിക്കും. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ തിരുനാളുകളിൽ ഞാൻ പ്രസാദിക്കയില്ല. നിങ്ങളുടെ അർച്ചനാദ്രവ്യങ്ങൾ എനിക്ക് വേണ്ട. നിങ്ങളുടെ ഇടയിൽ നീതി ജലധാര പോലെ പ്രവഹിക്കട്ടെ, സത്യം നീർച്ചാല് പോലെ ഒഴുകട്ടെ. ആമോസ് 5:21-24. മതപ്രതീകങ്ങളെ മാനവ വിമോചനത്തിനുള്ള ഉപാധികളാക്കി മാറ്റാനുള്ള യത്നമാണ് പ്രവാചകന്മാർ. ഇതിലൂടെ ദൈവാത്മാവ് മതമേഖലയെ ശുചീകരിക്കുന്നു, മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹത്തിൽ ചേർത്ത് വിളക്കുന്നു. യേശുവും യഹൂദ പ്രവാചകന്മാരും മുഹമ്മദ് നബിയുമെല്ലാം നൽകിയത് ഈ പാരസ്പര്യത്തിന്റെ പ്രബോധനമല്ലേ? മിസ്റ്റിക്കും പ്രവാചകനും. പരമാർത്ഥത്തിൽ ഏതൊരു മിസ്റ്റിക്കും പ്രവാചകനാണ്, ഏതൊരു പ്രവാചകനും മിസ്റ്റിക്കാണ്. ആത്മാനുഭൂതിയെ സാമൂഹ്യ പ്രതിബന്ധയുമായി ചേർത്തിണക്കിയവരാണ് രണ്ടു കൂട്ടരും. മിസ്റ്റിക്കിന്റെയും പ്രവാചകന്റെയും സർവോത്കൃഷ്ടമായ സമന്വയം ക്രൈസ്തവർ യേശുവിൽ ദർശിക്കുന്നു. മതവൈവിധ്യത്തിന് 5 അടിസ്ഥാന കാരണങ്ങളുണ്ട്. 1. ദിവ്യത പരമനിഗൂഢതയാണ്. പരിമിതമായൊരു മതത്തിനും ആ അപ്രമേയതയെ പൂർണ്ണമായും ഉൾക്കൊള്ളാനോ പ്രകാശിപ്പിക്കാനോ കഴിയുകയില്ല. 2. ദൈവാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിലും സംസ്കാരങ്ങളിലും മതങ്ങളിലും പ്രവർത്തിക്കുന്നത് വൈവിധ്യമാർന്ന രീതികളിലാണ്. ഒരു മതാനുഭൂതിക്കും ഈ ദൈവിക പ്രവർത്തനത്തിന് അന്തിമമായ നിയത രൂപം കൊടുക്കാനാകില്ല. മനുഷ്യരിലെ സ്വർഗാത്മകത വിടരുന്നത് നാനാവിധത്തിലാണ്. അതുകൊണ്ട് മനുഷ്യർ ദൈവിക വെളിപാടിനോട് പ്രതികരിക്കുന്ന രീതികളിൽ ധന്യമായ വൈവിധ്യമുണ്ട്. 4. മതാനുഭൂതി വിടർത്തിക്കാട്ടുന്ന പ്രതീക ലോകം രൂപം കൊള്ളുന്നത് ദേശാകാല ബന്ധമായ സംസ്കാരജന്യമായ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണർത്തുന്ന ഘടകങ്ങൾക്കനുസരിച്ചാണ്. പ്രതീകങ്ങളിലെ വൈജാത്യം മതവൈവിധ്യത്തിന് കാരണമാകുന്നു. അസ്തിത്വനിഷ്ഠമായ സ്വാതന്ത്ര്യമാണ് മനുഷ്യ വ്യക്തിക്ക് സ്വത്വബോധം കൊടുക്കുന്നത്. മനസാക്ഷിയുടെ സ്വരത്തിന് കാതോർത്ത് ജീവിതം സംസ്കരിക്കുമ്പോൾ വൈവിധ്യം അനിവാര്യമത്രേ. മതസ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലിക അവകാശമാണ്. സഭയും മതവൈവിധ്യവും. രക്ഷാകര പ്രക്രിയ. ദൈവാത്മാവ് എവിടെയുണ്ടോ അവിടെ സഭയുണ്ട്, സഭ എവിടെയുണ്ടോ അവിടെ ദൈവാത്മാവുമുണ്ട് എന്ന ഇരനേയുസിന്റെ പ്രസ്താവന ഈ വിശാല ദർശനം വ്യക്തമാക്കുന്നു. ദൈവവചനത്തിന്റെ വിത്തുകൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും തിരിച്ചറിയണമെന്നാണ് ജസ്റ്റീൻ നിർദ്ദേശിച്ചത്. ക്രിസ്തുവിൽ നാം തിരിച്ചറിഞ്ഞ ദൈവവചനം തന്നെയാണ് ഈജിപ്തുകാരെയും പേർഷ്യക്കാരെയും ഭാരതീയരെയും പ്രബോധിപ്പിച്ചത്.
മനുഷ്യകുലത്തിന്റെ ആരംഭം മുതലേ പ്രവാചകരെയും താപസരെയും ഋഷിമാരെയും എല്ലാം ഉള്ളിൽ നിന്ന് ഉണർത്തിയത് ഒരേ ഒരു ദൈവീക ജ്ഞാനമാണ്. ആബേലിന്റെ കാലം മുതലേ സഭയുണ്ട് എന്ന അഗസ്റ്റിൻ പ്രഖ്യാപനം സഭയുടെ വിശാല ദർശനം വിടർത്തിക്കാട്ടുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ സമൂഹങ്ങൾ മതവൈവിധ്യത്തിന്റെ നടുക്കാണ് ജനിച്ചത്. വ്യത്യസ്ത മത പാരമ്പര്യങ്ങളും ജീവിത രീതികളുമുള്ള നാടുകളിൽ ന്യൂനപക്ഷ സമൂഹങ്ങളായി അവർ കഴിഞ്ഞു. എങ്കിലും ചെറിയൊരു കടുകുമണി മുളച്ചു വളരുന്നത് പോലെ അവരുടെ സാന്നിധ്യം ശക്തമായി. ഇത്തരം സമൂഹങ്ങളോട് പത്രോസ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി ആർക്കും വിശദീകരണം നൽകാൻ തയ്യാറായിരിക്കണം. എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കാനല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രത്യാശയുടെ സജീവ സാക്ഷികളാകാനാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയിൽ ഇതര മതസ്ഥരായ അയൽക്കാരോട് ആത്മാർത്ഥമായ സ്നേഹം വളർത്തുക എന്നത് ഇന്നിന് പ്രസക്തമായ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ അനിവാര്യ ഘടകമാണ്. ബെനഡിക്റ്റ് അദൃശ്യമായ പരാശക്തിയെ പറ്റിയുള്ള അവബോധം ജന്മസിദ്ധമാണെന്നും അതിൽ നിന്ന് വികസിക്കുന്ന വിവിധങ്ങളായ മതാനുഭൂതികൾക്ക് ആത്മാർത്ഥതയും ആഴവുമുണ്ടെന്നും കൗൺസിൽ സമ്മതിക്കുന്നു. ജീവിതത്തെ നീറ്റുന്ന അസ്തിത്വബന്ധമായ വീതിയിൽ നിന്നുള്ള മോചന മാർഗങ്ങൾ മതങ്ങൾ കാട്ടിത്തരുന്നത് അംഗീകരിക്കുന്നു. വൈവിധ്യമാർന്ന മതാനുഭൂതികളുടെ പിന്നിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം കൗൺസിൽ തിരിച്ചറിയുന്നു. മതസ്വാതന്ത്ര്യം ദൈവാത്മാവ് വളരെ സവിശേഷമായ വിധം ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് തനതായ രീതിയിൽ അതിനോട് പ്രത്യുത്തിരിക്കാൻ ഏതൊരു മനുഷ്യനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം. മതസ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലികാവകാശമാണെന്ന് കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്നു. മതസ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലിക അവകാശമാണ്. വ്യക്തികളിൽ നിന്നോ സമുദായ വിഭാഗങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും മാനുഷിക അധികാരികളിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന എല്ലാവിധ സമ്മർദ്ദങ്ങളിൽ നിന്നും ഏതൊരു മനുഷ്യനും വിമുക്തനായി കഴിയണം. മതകാര്യങ്ങളിൽ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആരും നിർബന്ധിക്കപ്പെടാൻ പാടില്ല. മതപരമായ കാര്യങ്ങളിൽ സത്യം ആരാഞ്ഞ് കണ്ടുപിടിക്കാനുള്ള കടമയും അവകാശവും ഓരോരുത്തർക്കും മനസാക്ഷിയിൽ നേരായി തോന്നുന്നതനുസരിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. സ്വതന്ത്ര മതാനുഷ്ഠാനത്തിനുള്ള അവകാശം മനുഷ്യന്റെ വ്യക്തി മഹാത്മത്തിൽ തന്നെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള ഈ മൗലിക അവകാശം എല്ലാ സമൂഹത്തിന്റെയും ഭരണവ്യവസ്ഥിതിയിൽ നിയമമായി അംഗീകരിച്ച് അതൊരു പൗരാവകാശമാക്കി തീർക്കേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മതസ്വാതന്ത്ര്യം വ്യക്തികൾക്ക് മാത്രമല്ല മതസമുദായങ്ങൾക്കും സ്വാതന്ത്ര്യം അംഗീകരിച്ച് കിട്ടണമെന്ന് കൗൺസിൽ നിഷ്കർഷിക്കുന്നു. മനുഷ്യന്റേതായാലും മതത്തിൻ്റെതായാലും സാമൂഹ്യ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മതസമൂഹങ്ങൾ അപരിത്യാജ്യങ്ങളാണ്. പൊതുക്രമം പാലനത്തിന് തടസ്സമാകാത്തിടത്തോളം ഈ മതസമൂഹങ്ങൾക്ക് സ്വന്തം നിയമങ്ങൾക്ക് അനുസരണമായി തങ്ങളെ തന്നെ ഭരിക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ പരമോന്നതനായ ദൈവത്തിന് പരസ്യാരാധന അർപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അംഗങ്ങളെ മതജീവിതം അഭ്യസിക്കുന്നതിൽ സഹായിക്കാനും പ്രബോധനങ്ങൾക്ക് സംരക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല തങ്ങളുടെ തത്വങ്ങൾക്ക് അനുസൃതമായി സ്വജീവിതം ക്രമപ്പെടുത്താൻ അംഗങ്ങൾ ഒത്തൊരുമിച്ച് കഴിയാൻ വേണ്ട സ്ഥാപന സംവിധാനങ്ങൾ രൂപീകരിക്കാനും അവകാശമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മതസ്വാതന്ത്ര്യം. 4 വൈവിധ്യം, ധന്യത. ദിവ്യതയുടെ പ്രകാശവലയത്തിൽ മനുഷ്യർ വ്യാപരിക്കുന്നത് കൊണ്ട് അവരെ പ്രചോദിപ്പിക്കുന്ന മതങ്ങളെ ആദരവോടെ കാണണമെന്ന് സഭ ആവശ്യപ്പെടുന്നു. ഇതര മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. മറ്റു മതങ്ങളിലെ പ്രവർത്തന രീതികളും ജീവിത ശൈലികളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തങ്ങളാണ്. എങ്കിലും ആദരവോടെയാണ് സഭ അവയെ കാണുന്നത്. കാരണം സർവ്വ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിന്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങൾ. 2 കത്തോലിക്ക സഭയ്ക്ക് ഇതര മതങ്ങളോടുള്ള മനോഭാവം വ്യക്തമാക്കുന്ന ഏറ്റവും നിർണായകമായ പ്രഖ്യാപനമാണ് ഈ വാക്കുകളിലുള്ളത്. മതമേഖലയിലെ വ്യത്യാസങ്ങളെ സഭ നിഷേധിക്കുന്നില്ല. അടിസ്ഥാന ധാരണകളിൽ പോലും കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളാകാം ഇതര മതങ്ങളുടെ അനുഭൂതികൾ. ദൈവാത്മാവിനോടുള്ള തുറവിയിൽ ഈ വ്യത്യാസങ്ങളെ കാണുമ്പോൾ വ്യക്തമാകും മതവൈവിധ്യം ധന്യമാണെന്ന്. എത്രയോ വിശിഷ്ടമായ നീതികളാണ് കൃപാലുവായ ദൈവം വിവിധ മതസംസ്കാരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ദൈവവചനത്തിന്റെ വിത്തുകൾ അവയിൽ നാം തിരിച്ചറിയണം. ദൈവിക പ്രകാശത്തിന്റെ രശ്മികൾ അവയിൽ നാം കാണണം. ഇതര മതങ്ങളിൽ സത്യവും വിശുദ്ധവുമായി എന്തുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ നിഗൂഢ സാന്നിധ്യത്തിന്റെ വരങ്ങൾ തന്നെയാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തനം അതിൽ
അതിലെല്ലാം സ്പന്ദിക്കുന്നുണ്ട്. ദൈവിക വരപ്രസാദം അതിലൂടെ ഒഴുകുന്നുമുണ്ട്. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ വിശ്വവിശാലമായ പ്രക്രിയയിൽ വൈവിധ്യമാർന്ന മതങ്ങൾക്ക് സ്ഥാനമുണ്ട്, ദൗത്യമുണ്ട്, പ്രസക്തിയുണ്ട്. അതിനാലാണ് ആദരവോടെ അവയെ കാണണമെന്ന് കൗൺസിൽ ആവശ്യപ്പെടുന്നത്. ആത്മാർത്ഥമായ സംഭാഷണത്തിലൂടെയും ക്രിയാത്മകമായ സഹകരണത്തിലൂടെയും ഇതര മതസ്ഥരുമായി ബന്ധപ്പെടാൻ സഭ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. വിവേകത്തോടും സ്നേഹത്തോടും കൂടി ക്രൈസ്തവ വിശ്വാസത്തിനും ജീവിതത്തിനും സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ ഇതര മതസ്ഥരുമായ സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം. അവരിൽ കാണുന്ന ആധ്യാത്മിക വരങ്ങളും ധാർമ്മിക നന്മകളും സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിക്കണം, പരിരക്ഷിക്കണം, പരിപോഷിപ്പിക്കുകയും വേണം. സകലതും നവീകരിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിൽ സകലരെയും ചേർത്തണയ്ക്കുക എന്നത് മാത്രമായിരിക്കട്ടെ ലക്ഷ്യം. വൈവിധ്യത്തിലെ ദൈവകൃപ. മതവൈവിധ്യത്തെ ഏറെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തയാളായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോഴെല്ലാം അതാതിടത്തെ മതസമുദായങ്ങളുടെ പ്രതിനിധികളെ കാണാനും കത്തോലിക്ക സഭയ്ക്ക് അവയോടുള്ള ആദരവ് വ്യക്തമാക്കാനും അദ്ദേഹം ശ്രദ്ധ കാണിച്ചു. 1986 ഇന്ത്യയിൽ വന്നപ്പോൾ ഡൽഹിയിലും കൽക്കട്ടയിലും മദ്രാസിലും മതമൈത്രി സമ്മേളനത്തിൽ പങ്കെടുത്തു. സഭ വളർത്തിയെടുക്കുന്ന ആദരവിന്റെ സംസ്കാരത്തിന് നിദർശകങ്ങളായിരുന്ന ഈ കൂടിക്കാഴ്ചകൾ മതാന്തര ബന്ധങ്ങൾ പാവനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതര മതഗ്രന്ഥങ്ങൾ തുറവിയോടെ പഠിക്കുകയും ഇതര മതസ്ഥരുമായി ആദരവോടെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഉണരുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മതാന്തര സംഭാഷണത്തിലൂടെ നാം ദൈവത്തെ നമ്മുടെ ഇടയിൽ സന്നിഹിതനാക്കുന്നു. ആത്മാർത്ഥമായ സംഭാഷണത്തിലൂടെ പരസ്പരം ഉള്ളു തുറക്കുമ്പോൾ ദൈവത്തിലേക്ക് തന്നെയാണ് നാം ഉള്ളുണർന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ദിവ്യത ജീവൻ തന്നെയാണ്. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ജീവദായകമായ സാന്നിധ്യമാണ് മാനവ ചരിത്രത്തിന്റെ അന്തർധാര. ജീവിക്കുന്ന ദൈവം മനുഷ്യകുലവുമായി നിരന്തരം സംഭാഷണം നടത്തുന്നു. ഉൾത്തടത്തിന്റെ നിശബ്ദതയിൽ, സഹനത്തിന്റെ തീച്ചൂളയിൽ, സ്വർഗാത്മകതയുടെ നിറഭംഗിയിൽ, ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ജിജ്ഞാസയിൽ, സാമൂഹിക ബന്ധങ്ങളിലെ ഊഷ്മളതയിൽ എല്ലാം ദൈവം മനുഷ്യനുമായി സംവദിക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവിക ശബ്ദത്തിന് കാതോർക്കുന്നുമുണ്ട്. ശ്രവിക്കുന്ന ഒരു ഹൃദയം മനുഷ്യനകത്തുണ്ടല്ലോ. ആ ഹൃദയകോവിലിൽ നടക്കുന്ന ഈശ്വര മനുഷ്യ സംഭാഷണത്തിന്റെ അവതരണമാണ് ലോകമതങ്ങളിലുള്ളത്. മതഗ്രന്ഥങ്ങൾ, മതപ്രതീകങ്ങൾ, മതാചാരങ്ങൾ, മതവിശ്വാസങ്ങൾ എന്നിവയിൽ സ്പന്ദിക്കുന്നത് ദൈവവും മനുഷ്യനുമായുള്ള നിരന്തര സംഭാഷണമത്രേ. വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സംഭാഷണം പരമാർത്ഥത്തിൽ മാനവരക്ഷയുടെ തന്നെ സംഭാഷണമാണ്. ചരിത്രത്തിൽ ആദ്യന്തം ദൈവം മനുഷ്യകുലവുമായി നടത്തിപ്പോരുന്ന സംഭാഷണത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാനും വിശദമാക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമമാണത്. മതങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തിലും വിശ്വാസ സംഹിതകളിലുമുള്ള സമന്വയ രേഖകൾ തിരിച്ചറിയാൻ സംഭാഷണത്തിലൂടെ സാധിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ആദരവിന്റെ സംസ്കാരം. ഭാഷകളിൽ നാനാത്വവും പ്രതീകങ്ങളിൽ വൈവിധ്യവും ആചാരങ്ങളിൽ വൈജാത്യവും ഉണ്ടെങ്കിൽ തന്നെയും ഉള്ളിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ വ്യക്തമാകും ഈശ്വരനെ തേടുന്ന മനുഷ്യനും മനുഷ്യനെ പുൽകുന്ന ഈശ്വരനും തമ്മിലുള്ള പ്രേമബന്ധത്തിന്റെ പ്രകാശനങ്ങളാണ് അവയെന്ന്. കാരണം ഒരേ ഈശ്വരന്റെ ഒരൊറ്റ മനുഷ്യകുലത്തിലെ രക്ഷാകര പ്രവർത്തനത്തിലാണ് മതങ്ങൾ വിരിയുന്നത്. സഭയ്ക്ക് ഇതര മതങ്ങളോടുള്ള ബന്ധത്തെ നയിക്കുന്നത് 2 പരിഗണനകളാണ്. ഒന്ന്, ജീവിതം ഉന്നയിക്കുന്ന അഗാധമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുന്ന മനുഷ്യന്റെ സത്യാന്വേഷണത്തോടുള്ള ആദരവ്. 2, മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനോടുള്ള തുറവി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എന്നിലും നിന്നിലും ഞങ്ങളിലും നിങ്ങളിലും ദൈവം ഏതേത് വിധം സ്വയം വെളിപ്പെടുത്തുന്നുവെന്ന് കൂട്ടമായിരുന്ന ആരായുന്നതാണ് മതാന്തര സംഭാഷണം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആർക്കും അറിവില്ല. അതുപോലെയാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം. വിവിധ മതവിശ്വാസികളായ നമുക്കിടയിൽ വ്യത്യസ്തമായ വിശ്വാസധാരണകളുണ്ട്. വ്യത്യാസങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും വേണം. എന്നാലേ വിശ്വസ്തയോടെ നമുക്ക് പരസ്പരം ആദരിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും ദൈവത്തിന്റെ വഴിയിൽ വ്യാപരിച്ച് സൽപ്രവൃത്തികൾ ചെയ്യാനും സാധിക്കൂ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മൊറോക്കോ 19/8/1985. മതാന്തര സംഭാഷണം കൃത്യവും ജീവിതബന്ധിയുമായിരിക്കണം. ഗുരുനാഥനായ യേശുവിന്റെ ശാന്തവും വിനാന്യതവുമായ മനോഭാവമാണ് ക്രൈസ്തവരായ നമുക്കുണ്ടാകേണ്ടത്. ഇതര മതവിശ്വാസികളുടെ നേരെ നാം ഉള്ളു തുറക്കണം. അവരെ കേൾക്കാൻ സന്നദ്ധരാകണം. അവരുടെ വ്യത്യസ്തതകൾ അംഗീകരിച്ചു തന്നെ അവരെ മനസ്സിലാക്കാനും ആദരിക്കാനും സാധിക്കണം. സർവോപരി അവരെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുക തന്നെ വേണം. അവരുമായി സഹകരണത്തിലും സമന്വയത്തിലും വർത്തിക്കുമ്പോൾ വ്യക്തമാകും മതങ്ങൾക്ക് പരസ്പര സമ്പന്നമാകാൻ ശക്തിയുണ്ടെന്ന്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഏഷ്യയിലെ സഭ 31. ജോൺ പോൾ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ കാര്യാലയം 1991 സംഭാഷണവും പ്രഘോഷണവും
ദർശനവും എന്ന ഒരു മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. കത്തോലിക്കാർ ഇതര മതങ്ങളിലെ സഹ തീർത്ഥാടകരുമായി ബന്ധപ്പെടുമ്പോൾ അവലംബിക്കേണ്ട മനോഭാവം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ആത്മാർത്ഥമായ തുറവിയോടെ വേണം ഇതര മത പാരമ്പര്യങ്ങളെ സമീപിക്കാൻ. കാരണം ആധ്യാത്മികവും മാനുഷികവുമായ മൂല്യങ്ങൾ അവയിൽ കുടികൊള്ളുന്നുണ്ട്. അവയെ നാം ആദരിക്കണം എന്തെന്നാൽ മനുഷ്യാവസ്ഥയുടെ അഗാധ രഹസ്യങ്ങൾ തിരിച്ചറിയാനുള്ള ആത്മീയ സാധനങ്ങൾക്ക് നൂറ്റാണ്ടുകളായി അവ സാക്ഷ്യം വഹിക്കുന്നു. മാത്രമല്ല തലമുറകൾക്ക് അവ മതാനുഭൂതിയുടെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നും വഴിവിളക്കുകളായി തുടരുന്നു. ഇതര മതവിശ്വാസികളിൽ മാത്രമല്ല മതപാരമ്പര്യങ്ങളിലും ഉദാത്തമായ മൂല്യങ്ങളുണ്ട്. ദൈവവചനത്തിന്റെ സജീവ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാർവത്രിക പ്രവർത്തനമുണ്ട്. ക്രിസ്തു മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നതിന് എത്രയോ മുമ്പ് ദൈവാത്മാവ് ലോകത്തിലും ലോകമതങ്ങളിലും പ്രവർത്തന നിരതനായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ